എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡുകളാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ഈ 2 ചാപ്റ്റേഴ്സിലെ വൺ വേർഡുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തത് മുൻഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വൺ വേർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. First question, identify the name of account which is prepared to show how the profits are distributed among partners. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അക്കൗണ്ടിലാണ് പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് കാണപ്പെടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം, കറണ്ട് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡെബിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, partners capital account and current account are not maintained separately under dash method of maintaining capital account. ഏത് അക്കൗണ്ടിലാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലാത്തത്? കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. നോട്ട് മെയിൻറ്റെയിൻഡ് സെപ്പറേറ്റ്ലി എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ വന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡെബിറ്റഡ് ഡാഷ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ് അക്കൗണ്ട് എന്നാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡെബിറ്റ് ചെയ്യുന്നു ഏത് അക്കൗണ്ടിലേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിറോസ് ആൻഡ് ഷെഹിൻ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. ദ ഫേം ഡിഡ് നോട്ട് ഹാവ് എനി പാർട്ണർഷിപ്പ് ഡീഡ്. ഫിറോസും ഷെഹിനും 2 പാർട്ട്നേഴ്സാണ് ഒരു ഫേമിൽ. ആ ഫേമിന് ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഒന്നും തന്നെ ഇല്ല. സ്പെസിഫൈ ഹൗ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ ട്രീറ്റഡ്. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർഡ് ഈക്വലി. സെക്കൻഡ് വൺ, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ ഫിറോസ് ടു ദി ഫേം. ഇതിൻ്റെ ആൻസർ വന്നത് 6% ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ടു ഫിറോസ് ലോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി ടു ബി പാസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് പാർട്ട്നേഴ്സ് സാലറി ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് സാലറി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു എയുടെ സാലറിയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആൻസർ വന്നത് പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയുമാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട വൺ വേർഡുകൾ. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഇൻകമിംഗ് പാർട്ണർ ബ്രിങ്സ് ദ പ്രീമിയം ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ് ഇറ്റ് വിൽ ബി ഷെയർഡ് ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ. പ്രീമിയം ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവന്ന ഇൻകമിങ് പാർട്ണർ കൊണ്ടുവന്ന അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണത് ഏത് റേഷ്യോയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വന്നത് ഓപ്ഷൻ ഡി, സാക്രിഫൈസിങ് റേഷ്യോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ദി ഇൻകമിംഗ് പാർട്ണർ ഇൻ ക്യാഷ് ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ, ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ന്യൂ റേഷ്യോ, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഗെയിനിങ് റേഷ്യോ, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ന്യൂ റേഷ്യോ. ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരുമെങ്കിൽ അത് ഏതിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്, ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സസ് ഓഫ് ഓൾഡ് ഷെയർ ഓവർ ദി ന്യൂ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് വൈൽ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ട്ണർ ഈസ്. ഇതിൻ്റെ ആൻസർ വന്നത് സാക്രിഫൈസിങ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ. താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പം 4ാമത്തെയാണ് ഓഡ് വൺ ആയിട്ടിരിക്കുന്നത്, വെയ്റ്റഡ് ക്യാപിറ്റലൈസേഷൻ. നെക്സ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ഡിനോട്ട്സ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ
കാണിച്ചാൽ അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണോ, അക്യുമുലേറ്റഡ് ലോസ് ആണോ, റിവാലുവേഷൻ ലോസ് ആണോ, ജനറൽ റിസർവ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, അക്യുമുലേറ്റഡ് ലോസ്. Sixth one, the ratio in which the old partners agree to sacrifice their share of profit in favor of incoming partner is. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, സാക്രിഫൈസിങ് റേഷ്യോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ഫോളോയിങ് ജേണൽ എൻട്രി. ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതിലൊരു നരേഷൻ തന്നിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ദി ന്യൂ പാർട്ട്ണർ വിഡ്രോൺ ബൈ ദി എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. ഇത്രയുമാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട വൺ വേർഡുകൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.